KLT UK യാത്രയ്ക്ക് ശേഷം ബാക്ക് പാക്ക് തോളത്ത് കയറ്റി നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ് ഗൈസ്. കണ്ടില്ലേ? ഇവരെ കൊണ്ടുപോകുന്നില്ല, ഞാൻ മാത്രം, ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ പോകുന്നു ആ ഗംഭീര യാത്രക്കായിട്ട്. കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ എയർപോർട്ടിൽ വന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിൽ നമ്മൾ കൊളംബോയ്ക്ക് പോകുന്നു. സോ വെൽക്കം ടു ശ്രീലങ്ക. കൊളംബോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും വെൽക്കം ടു ശ്രീലങ്ക. നമുക്കൊരു സിം എടുക്കാം എന്നുള്ള ഒരു പ്ലാനുണ്ട്. ഞാനിവിടെ ഈ ഡയലോഗ് എന്ന് പറഞ്ഞ സിം കാർഡിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട്. അപ്പുറത്ത് ഹച്ചുണ്ട്, അവിടെ ഒരൊറ്റ മനുഷ്യനില്ല. പിന്നെ SLT മൊബൈലുണ്ട്, അവിടെയും കുറച്ച് ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട്. ശ്രീലങ്ക വരികയാണെങ്കിൽ ഡയലോഗാണ് ഇവിടുത്തെ ഒരു അടിപൊളി സിമ്മ്. സോ ഓൾവേസ് ടേക്ക് ഡയലോഗ്. യെസ്, ശ്രീലങ്കയിൽ നമ്മൾ ഇത്തവണ തകർക്കും. ഇത്തവണ നമ്മളൊരു ഓട്ടോ ഒക്കെ റെൻറ്റിനെടുത്ത് ഇവിടെ നമ്മൾ ശ്രീലങ്ക മൊത്തം ഒരു ഓൾ ശ്രീലങ്ക റോഡ് ട്രിപ്പ് ചെയ്യും ഓട്ടോയിലും. അപ്പോൾ നമ്മളിവിടെ പുറത്തിറങ്ങി വന്ന് നല്ല ചൂടാണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് ട്രിപ്പ് ചെയ്ത പോലെ തന്നെ അതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കൊളംബോ നഗരത്തിലാണ് താമസിക്കുന്നത്. നാളെയാണ് ഞാൻ ഓട്ടോ കളക്ട് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് ഓട്ടോ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നു. നാളെയാണ് ഓട്ടോ കളക്ട് ചെയ്യുന്നത്. സോ സിമ്മൊക്കെ എടുത്ത് പുറത്തിറങ്ങി വന്ന് അങ്ങനെ കൊളംബോ നഗരത്തിലെത്തി. അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഊബർ എടുത്തിട്ട് ഞാനിവിടെ നേരെ വന്നിരിക്കുന്ന കൊളംബോ നഗരം. നമുക്കിവിടെ നമ്മുടെ മുറിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലെ ലക്കഡീവ്സി ഏരിയയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് നമ്മുടെ കുഞ്ഞ് അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക. കേരളത്തിൽ മൊത്തത്തിലുള്ളതുപോലെ തന്നെ ആ ഒരു സെയിം ഒരു വിസിബിലിറ്റി പ്രോബ്ലം, ഈ പറഞ്ഞ പോലത്തെ ഒരു വെളുത്ത കളറിലെ ആ ഒരു ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് എനിക്ക് ആക്ച്വലി ഇവിടെ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നാളെ നമുക്ക് പോയി വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് എനിക്ക് ഈ വണ്ടിക്ക് ഒരു ലൈസൻസ് വേണം. അതായത് വണ്ടിക്കല്ല, എനിക്കൊരു ലൈസൻസ് വേണം. എനിക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ട്, പക്ഷേ അതിലുപരിയായിട്ട് എനിക്കൊരു ഇവിടുത്തെ ഒരു ലോക്കൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് എനിക്ക് നാളെ വൈകിട്ടത്തേക്ക് മിക്കവാറും കിട്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മറ്റന്നാളെ യാത്ര തുടങ്ങാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മറ്റന്നാളെ സൈർബായും കൂടെ വരും. സോ അങ്ങനെ ഞാനും സൈർബായും കൂടെ ആയിരിക്കും നമ്മൾ ഇനിഷ്യൽ ട്രിപ്പ് തുടങ്ങുന്നത്. കൊളംബോ ഭയങ്കര വലിയ സിറ്റി ആട്ടോ. ഞാൻ കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. പിന്നെ ഭക്ഷണം കൂടെ കഴിക്കണം. ഇഷ്ടം പോലെ ചൈനക്കാരുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ചൈനീസ് സ്റ്റോറാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ ഒരു റെഡ് കളറിലെ ടുക്ക് വേണം റെന്റ് എടുക്കാൻ. അതാണ് എൻ്റെ പ്ലാൻ. നമ്മൾ ഫിജിയിൽ കണ്ട പോലെ തന്നെ നല്ല കിഡെല്ലാം ബസ്സുകളുണ്ട് ഇവിടെ. ഇവിടുത്തെ ബസ്സുകൾ വേറെ ലെവലാ. ശ്രീലങ്കയിലെ സുജിത് നെയിം വന്ന് സിംഗിളായ ഓക്കെ, സിംഗിള നെയിം ഓക്കെ. ഞാനിവിടെ പൈസ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ചാത്തം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവാം. ഒരു ഓട്ടോ പിടിച്ചു. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ വന്നതേ ഈ ചാത്തം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെയാണ് ഈ കറൻസി എക്സ്ചേഞ്ച് അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ചാത്തം സ്ട്രീറ്റ്. സൺഡേ എല്ലാവരും ഹോളിഡേയാ? ഓക്കെ. അപ്പോൾ സൺഡേ റേറ്റ് കമ്മിയാ? അപ്പടിയൊന്നുമില്ല. ഓക്കെ. ഇത് മെയിൻ സിറ്റി സെൻറ്റർ ഏരിയ ആണ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും വരുന്ന സ്ഥലം. ഇവിടെ കുറേ ഫേമസ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൻ്റെ ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ മിനിസ്ട്രി ഓഫ് ക്രാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ക്രാബ് റെസ്റ്റോറൻ്റ് ഉണ്ട്. കിങ് ക്രാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ റെസ്റ്റോറൻറ്റുകൾ അടിപൊളിയുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ? ഈ ബിൽഡിംഗ് നോക്കിക്കോണേ, ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കോണേ. എൻ്റെ അമ്മേ, എന്തോന്നിട്ട് ഇത്? എനിക്ക് തോന്നുന്നത് കൊളംബോയിലെ തന്നെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീലങ്കയിലെ തന്നെ ടോപ്പ് ബിൽഡിംഗ് ആയിരിക്കും ഇത്. എത്ര നിലയുണ്ടാവും ഇത്? പൊളിയാ, അന്തം വിട്ടുപോയി കണ്ടിട്ട്. ഇവിടുത്തെ KFCയിൽ ചിക്കൻ ബിരിയാണി വരെ കിട്ടുമെന്ന്. വാവ്. പുറത്തെ ഫോട്ടോയിൽ 2 ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ അകത്ത് കയറി വന്നപ്പോൾ ഒരു പീസ് കിട്ടിയുള്ളൂ. ഇത് സ്പൈസി റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണി റൈസ് തന്നെ സാധനം. ബിരിയാണി റൈസും ചിക്കനും പിന്നെ എന്തോ ഒരു ടൈപ്പ് ഒരു സോസും കൂടെ ചേർത്ത് തന്നേക്കുന്നുണ്ടല്ലേ. ഇതിന് 470 രൂപ. ഇതിന് ഒരു ശ്രീലങ്കൻ ടേസ്റ്റിൽ റൈസും ചിക്കനും പിന്നെ തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചുമ്മാ പച്ചുള്ളി, വെറൈറ്റി സാധനം. ഞാൻ ആദ്യം ഇടയ്ക്ക് ഒരു സാധനം KFC കഴിക്കുന്നത്. ഇവിടെ കൊളംബോയിലും ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ട്. നോക്കി, ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇവിടുത്തെ വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഇത് സംഭവമാണ്.
ഗൈസ് അങ്ങനെ വൈകുന്നേരമായി. ശരിക്കും എനിക്കിത് അപ്പുറത്തെ സ്ഥലത്തെ റൂമായിരുന്നെങ്കിൽ എനിക്കിവിടെ സൺസെറ്റ് കാണാമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഈ ഒരു ഭാഗമായിരുന്നുകൊണ്ട് എനിക്കിവിടെ സൺസെറ്റ് കാണാൻ പറ്റത്തില്ല. നമുക്ക് നാളെ ഇവിടെ സൺസെറ്റ് കാണാം. അതല്ലേ പരിപാടി? അതല്ലേ എന്ത് രസമാണെന്നറിയോ? ഇത് ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്ഥലമാണ്, നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ്. ദ വെരി നെക്സ്റ്റ് ഡേ ഇന്ന് നമുക്ക് പോയി നമ്മുടെ ഓട്ടോ പിക്ക് ചെയ്യണം, ഓട്ടോ ഓടിച്ച് പഠിക്കണം, അങ്ങനെ കുറേ പരിപാടികൾ ഇന്നുണ്ട്. ഓട്ടോ ഓടിച്ച് പഠിക്കണ്ടേ? ഇത് നമുക്ക് ഓടിക്കാത്തൊരു സാധനമല്ല, ഇത് എങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. സോ ഇന്ന് രാവിലെ പോയി ഓട്ടോ പിക്ക് ചെയ്ത് ഓട്ടോ ഓടിച്ച് പഠിച്ച് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതാണ് ഇന്നത്തെ പരിപാടി. രാവിലെ ചായ അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. ഞാനേ രാവിലെ താമസിക്കുന്ന ഹോട്ടലിന്റെ മുമ്പിൽ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കണ്ട് ഞെട്ടി ഗൈസ്. അതിന്റെ റീസൺ പറയാനായിട്ടേ, ഇന്നലെ സൺഡേ ആയിരുന്നോണ്ട് ഇവിടെ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു. ഇന്നിവിടെ മൊത്തം തിരക്ക്. ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ ഇവിടെ ഒരു ദോശ കിങ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല അടിപൊളി ദോശ. ഈ കാണുന്നത് ഘീ മസാല ദോശയാണ്, നെയ്യിട്ട മസാല ദോശ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു മസാലയല്ല, ഒരു എൻ്റെ ഡിഫറെൻറ്റ് മസാലയാണ്. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിലും ബെറ്റർ ആണെന്ന് പറയാൻ വേണമെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവരുടെ സാമ്പാർ നോട്ട് ദാറ്റ് ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ പരിപ്പൊഴിച്ചൊരു കറി പോലെ ഉണ്ട്. പക്ഷേ ചട്നി ഒരു രക്ഷയില്ല. ഇവരുടെ ഈ ശ്രീലങ്കൻ ഡിഷിൻ്റെയും അതേപോലെ തന്നെ ഈ ശ്രീലങ്കയിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണത്തിലും തേങ്ങയുടെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. ഇവരുടെ ചട്നി എന്ന് പറയുന്നത്, ഇവരുടെ സാമ്പൽ, പിന്നെ ഇവരെന്ത് ചട്നി ഉണ്ടാക്കിയാലും അത് അടിപൊളിയായിരിക്കും, ഒരു കിടില സാധനമായിരിക്കും. ഇത് ഉണക്കമുളക് ഇട്ട ചട്നിയാണ്, അതുകൊണ്ടാണ് ചുമന്നിരിക്കുന്നത്. പിന്നെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ഉഴുന്നുവടയാണ്. ശരിക്കും ശ്രീലങ്കയിൽ ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി ആൾക്കാർക്കും തമിഴ് അറിയാമെന്നുണ്ടെങ്കിലും എല്ലാവരും ചിലപ്പോൾ സംസാരിക്കില്ല. പ്രോപ്പർ സിംഹള ആൾക്കാർ തമിഴ് സംസാരിക്കില്ല. ബാക്കി ആൾക്കാരൊക്കെ അത്യാവശ്യം നമുക്ക് തമിഴ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു മിക്സഡ് കൾച്ചറാണ്. ജാഫ്ന ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ ഫുൾ തമിഴ് അറിയാവുന്ന ആൾക്കാർ, തമിഴര് തന്നെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. ഞാൻ ഈ കയറിയിരിക്കുന്ന ഒരു സാധാരണ ഹോട്ടലാണ്. ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ ഈ ദോശയും ഉഴുന്നുവടയും ചായയും കൂടെ കഴിച്ചത് 270 ഇന്ത്യൻ രൂപയായി. ഏകദേശം ഇവിടുത്തെ 930 ശ്രീലങ്കൻ രൂപ. ഇവിടത്തുകാർക്ക് ഈ റേറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇവിടെ കുറച്ച് ഇൻഫ്ലേഷനും ബാക്കിയുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റേറ്റ് കുറച്ച് ഹൈ ആണ് ഇവിടത്തുകാർക്ക്. നമുക്ക് ആസ് ആൻ ഇന്ത്യൻ ഒരു ഫോറിൻ രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്കും, ഒരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ശ്രീലങ്കയും അതേപോലെ തന്നെ നേപ്പാളും. നേപ്പാളിനെക്കാട്ടി ചീപ്പാണ് ശ്രീലങ്ക എന്ന് പറയേണ്ടിയിരിക്കുന്നത് പല കാര്യത്തിലും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചിയിൽ ഒരാഴ്ച സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീലങ്കയിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കടൽ തീരത്തോടെ ഒരു ട്രെയിൻ പോകും. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നോക്കിയേ എന്ത് രസമല്ലേ. കൊളംബോയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ കടൽ തീരത്തോടെ ഉള്ള ആ ഒരു റെയിൽവേ റൂട്ട്. കൊളംബോയിൽ നിന്ന് ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ റൂട്ടാണത്. ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, GALLE. അത് ശ്രീലങ്കയുടെ മറ്റൊരു ഇടതുവശത്ത്, നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബോട്ടം ആ ഒരു ഭാഗത്തായിട്ട് വരുന്നൊരു സാധനമാണ്. ഭയങ്കര രസമാണ്. ഞാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാനും അബിയും കൂടെ ഇവിടെ ശ്രീലങ്കയിൽ വന്ന സമയത്ത്, ഞങ്ങളൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് വന്ന സമയത്ത് ഈ ട്രെയിൻ റൂട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. കടൽ തീരത്തോട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ ഈ ട്രെയിൻ പോകും. ഭയങ്കര രസമാണ്. അതൊരു സീനിക് റൂട്ടാണത്. അങ്ങനെ നമ്മൾ ടുക് ടുക്ക് റെന്റിനെടുക്കാൻ വേണ്ടി പോകാൻ റെഡിയായിരിക്കുകയാണ്. ടുക് ടുക്ക് നമ്മൾ റെന്റിനെടുക്കുന്നത് ടുക് ടുക്ക് റെന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ ടുക് ടുക്ക് എടുത്തിട്ട് ഇവർ റെന്റിന് കൊടുക്കും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അവർ വഴിയാണ് ഞാൻ ടുക് ടുക്ക് റെന്റിനെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് ഞാൻ പറയാം. എത്രയാണ് റെന്റ്, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഉള്ളത്. നെഗംബോ ഓഫീസിൽ നിന്നാണ് ഞാൻ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അവരുടെ മെയിൻ ഓഫീസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട്, ടാക്സിയോ വല്ല എടുത്തിട്ട് വിൽ ഹാവ് ടു ഗോ ടു നെഗംബോ. ടുക് ആയതുകൊണ്ട് തന്നെ പെട്ടെടുത്ത് ഞാൻ ഓട്ടോയ്ക്കകത്ത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് എടുത്തിരിക്കുന്നത്. എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. ഇനി സൈർബായി നാളെ വരുമ്പോൾ പെട്ടി കൊണ്ടാണ് വരുന്നത്. പുള്ളിയുടെ സാധനങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നു ഒരു ഐഡിയ ഇല്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ചെക്കിംഗ് ഔട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി റെന്റിനെടുക്കുന്നത്. ടുക് ടുക് റെന്റൽ.com. ഇതാണ് അവരുടെ എയർപോർട്ടിനടുത്തുള്ള നെഗംബോ ഓഫീസ്. ഇവർക്ക് ഇഷ്ടം പോലെ വണ്ടി ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെയാണ്? ഇതാണോ അവരുടെ ഓഫീസ്? ഇതാണല്ലോ ഇവരുടെ ഓഫീസ്. And I already told this is new one. So if you start the vehicle, no need to be anything. That means clutch and gears, accelerator, no need to be anything. Okay. Press the brake, then the gear. Oh, all right. So guys, അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ. സംഭവം കുറച്ച് സീനാണ്. സീനെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ റിവേഴ്സ് എടുക്കട്ടെ. ഹാൻഡ് ബ്രേക്ക് മാറ്റണം. സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആദ്യം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് ട്രെയിനിങ് ഒക്കെ തരും. പറയാ അത് ഈ വണ്ടി ഒന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഞാൻ പറയാം എങ്ങനെ അവസ്ഥ എന്നുള്ളത്. ഇത് പരിപാടി എന്ന് പറഞ്ഞാലേ,
ടുക് ടുക് റെന്റൽ. അപ്പം ഞാനിവിടെ വന്ന് ഞാനിവിടെ വണ്ടി എടുത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഉള്ളൂ. $22 ഗൈസ്. $22 ഒരു ദിവസത്തേക്ക് എനിക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. $22 എന്ന് പറയുമ്പോഴത്തേക്കിനും 2000 രൂപയാണ് ഈ വണ്ടി ഒരു ദിവസത്തേക്ക് ഇതിന്റെ റെന്റ് എന്ന് പറയുന്നത്. ഫ്യൂവലൊക്കെ ഞാൻ അടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ. ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനെന്താ ചെറിയ പൈസ ഉള്ളൂ. മൊത്തത്തിൽ ലാഭം എല്ലാം കൂടെ ഒരു 2500 രൂപ പെർ ഡേക്ക് നമുക്ക് ഈ വണ്ടി ഇവിടെ ഓടിച്ച് നടക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ചൂടാണ്. ആ ചൂടത്ത് നമ്മൾ ഈ വണ്ടി ഇവിടെ ഓടിച്ചു നടക്കണം. പിന്നെ കുറച്ച് ഫണ്ണാണ് പരിപാടികളൊക്കെ. അപ്പോൾ ഇവർ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ തരും. എന്താണ്, നമുക്ക് വണ്ടി ഓടിപ്പിക്കും നമ്മളെ കൊണ്ട്. നമുക്ക് കുറച്ച് ട്രെയിനിങ് അവർ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. എന്നിട്ട് സിമ്പിളാണ്, വലിയ പരിപാടിയൊന്നുമില്ല, എളുപ്പ പരിപാടി. എന്തോരം ഫോറിനേഴ്സ് ആണെന്നറിയാം ഇവിടെ വന്നിട്ട് ഈ വണ്ടി റെന്റിന് എടുത്തിട്ട് കറങ്ങുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് വെള്ളക്കാർ, ഈ യൂറോപ്യൻസും ഓസ്ട്രേലിയക്കാരും ചൈനക്കാരും അങ്ങനെ എല്ലാവരും വന്ന് ഈ വണ്ടി ഈ ടിക്ടോക്ക് റെന്റിന് എടുത്തിട്ട് അങ്ങനെയാണ് ഈ ഒരു ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഒരു സാധനമാണ് ഈ ടുക് ടുക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, എക്കണോമിക്കലാണ്, എന്താ പറയുക, കുറച്ച് വെറൈറ്റി അല്ലേ. പിന്നെ റെഡ് കളറിലെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നല്ല കിടില ഫോട്ടോയും വീഡിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കാൻ പറ്റും. ടുക് ടുക് റെന്റൽ എന്ന് പറയുന്ന ഈ കമ്പനി ശരിക്കും ഇവർക്ക് ഇഷ്ടംപോലെ ടുക് ടുക്കുകളാണ് നമുക്ക് അവിടെ കാണാം. അവരുടെ ആ ഒരു ഗാരേജിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഇതെല്ലാം ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ വണ്ടി ഇവര് സബ് ലീസ് ചെയ്യുന്നതോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ്. എന്തായാലും ഒരു ലോക്കൽ ബിസിനസ്സാണ്. ഇവർക്ക് കംബോഡിയയിലും ഇതേപോലത്തെ ബിസിനസ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ടായിരുന്നു, നിർത്തി എന്ന് പറഞ്ഞു അവർ. പിന്നെ വേറെ എവിടെയാണ്, അവർക്ക് ഫിലിപ്പീൻസിൽ തുടങ്ങാൻ പോവാണെന്നൊക്കെ അവർ പറയുന്നു. കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്ന് നമ്മൾ ഈ ഗിയർ മാറി നമ്മുടെ കൈ ഒരു പരുവാവും. കാരണം അങ്ങനെയാണല്ലോ, ഓട്ടോ ഓടിക്കുന്നവർക്ക് അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. സോ ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. എന്നിട്ട് നാളെ സൈർബായി വരും. സൈർബായി കൂടെ വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ആകെയുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാഗാണ്. ഇപ്പോൾ കാണാം, എൻ്റെ ബാഗ് കുറേ പുറത്ത് വെച്ചിരിക്കാം. നമുക്ക് എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ ബാഗ് ഒരു വെല്ലുവിളിയാണ്. നമുക്ക് കാറാകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് പോകാം, പക്ഷേ ഓട്ടോ ആകുമ്പോഴത്തേക്കും നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് അല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. നമ്മുടെ ഈ വലിയ വണ്ടികളൊക്കെ വന്ന് നമ്മുടെ സൈഡിൽ വന്ന് കീ എന്ന് പറഞ്ഞ ഹോൺ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അതിനോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഇവിടുത്തെ ബസ്സാണ്. ഇവിടുത്തെ ബസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ പണി കിട്ടും, അവന്മാർ വന്ന് ചാമ്പും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബസ്സിൻ്റെ ഒരു മെയിൻ കൺസേൺ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. രസമല്ലേ. ഒരു ട്രെയിൻ പോകാൻ വേണ്ടി മുമ്പിൽ ഒരു ലെവൽ ക്രോസിംഗ് വന്നതാണ്. ഈ സംഭവം ഇത് ചില്ലറ പരിപാടിയല്ല കേട്ടോ, ഈ ഓട്ടോ ഓടിക്കുക എന്ന് പറയുന്നത്. ഇവരുടെ ഹോട്ട് ലൈൻ നമ്പേഴ്സൊക്കെ ഉണ്ട്, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏത് സമയത്തും വിളിക്കാം. പിന്നെ ബുക്കിംഗ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പറയാം. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഇവർ, നമ്മൾ സാധാരണ കാർ റെൻ്റൽ കമ്പനികൾ പോലല്ല, ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഭയങ്കര പ്രൊഫഷണലാണ്. പിന്നെ കോഷൻ വൈൽഡ് ആനിമൽസ്, ആന, മങ്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആംബുലൻസിനെ വിളിക്കുക, എമർജൻസി റെസ്പോൺസ് നമ്പറിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഫോൺ വയ്ക്കുന്നതിൻ്റെ ഒരു ഹോൾഡറുണ്ട്. പിന്നെ വെള്ളം വെക്കുന്നതിൻ്റെ സ്ഥലമില്ല. പിന്നെ മൊബൈൽ ചാർജറുണ്ട്. പിന്നെ ഇത് വണ്ടിയുടെ ബുക്കും പേപ്പറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. മൊത്തത്തിൽ നൈസാണ്. വണ്ടിയുടെ ബാഗ് മാത്രം വെക്കാനുള്ള സ്ഥലമാണ് ആകെയുള്ളൊരു പ്രശ്നം. ട്രെയിൻ പോകുന്നത് കേട്ടോ, അതെങ്കിൽ ഓണടിയാ. എനിക്കാണെങ്കിൽ ഇതിന്റെ ഗിയർ ഞാനിപ്പം മാറി വരുന്നതേ ഉള്ളു. ഇത് തിരക്കാന്നറിയോ, ഭയങ്കര തിരക്കാ റോഡില്. നമ്മളെ നാട്ടിലേക്കാട്ടി തിരക്കാൻ തോന്നുന്നു, അതുപോലെ തിരക്കാ. പക്ഷെ ഫണ്ണാട്ടോ, ഭയങ്കര രസാ. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ല ഗ്ലൗസും വാങ്ങേണ്ടി വരും. ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണമെന്നേ. കാരണം നല്ലൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഈ വണ്ടി ഓടിച്ച് നടക്കാന്ന് പറയുന്നത്. നമ്മൾ കാർ ഓടിക്കുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല. ഗൈസ്, ആൾക്കാരെൻ്റെ ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നേ. ഞാനിവിടെ ടാക്സി ഓടാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക്, കാരണം ഇവിടെ എല്ലാ പ്രൈവറ്റ് ഓട്ടോ മറ്റേ ഓട്ടോ എന്ന് പറഞ്ഞുള്ള ഒരു ഇതില്ല. എല്ലാം ഒരേ കളറാണ്. അപ്പം കളർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സാണ്, എല്ലാം ഒരേ ടൈപ്പ് ഓട്ടോയാണ്. റെഡ്, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല മൾട്ടി കളർ ഓട്ടോകളാണ്. യൂണിഫോമും ഇവിടെ ഇല്ല. കാക്കി ഇല്ലാതെ ഓട്ടോ ഓടിക്കാൻ പറ്റുന്ന രാജ്യമാണിത്. അപ്പോൾ ഇവിടെ ഏത് ഓട്ടോ ആണ് ടാക്സി, ഏതാണ് ടാക്സി അല്ലാത്തതെന്ന് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാശുണ്ടാക്കാം. അടിപൊളി.
അയ്യോ ഒന്നും പറയണ്ട. അങ്ങനല്ല, ലൈക്ക് ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു പള്ളിയിലച്ഛൻ അവിടെ നിന്ന് എന്നെ കൈ അവിടെ ഞാൻ ഒന്ന് നിർത്തിയാ ഫോൺ വന്നപ്പോഴേ. അപ്പോൾ പള്ളിയിലച്ഛൻ അവിടെ നിന്ന് എന്നെ കൈ കാണിച്ച് ഓട്ടം പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓട്ടം പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ ഇവിടെ ഒരു റൂം എടുത്തായിരുന്നു ഒരു സ്ഥലത്ത്. ഞാൻ ആ റൂമിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഇടുങ്ങിയ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. ഓട്ടോ പോകുമ്പോൾ എങ്ങനെ അവിടെ കൊണ്ടുപോകല്ലോ. ഇത് സ്ഥലത്തെത്തി. അയ്യോ ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് ന്യൂട്രലിടാൻ ഭയങ്കര പാടാണ്. നേരത്തെ കണ്ട നോക്കിയും കണ്ട് നിർത്തില്ല. ഇട്ടു. ഹായ്, മൈ നെയിം ഈസ് സുജിത്. I called. Okay. I can park it here? Okay, thank you. Okay, I will do it. I'll do it later, yeah. I will go out now. Yeah, okay. ഇതാണ് ഞാനിവിടെ റൂം എടുത്തത് ഇന്ന്. ഇത് ശരിക്കും എന്താ പറയുക, ഇതെനിക്കൊന്നൊരു പഴയ വീടാണെന്ന് തോന്നി. വീട് ഇവർ കൺവേർട്ട് ചെയ്ത് ഗസ്റ്റ് ഹൗസ് പോലെ എന്തോ ആക്കിയാണെന്ന് തോന്നുന്നു. $30 ഈ റൂമിൻ്റെ റേറ്റ് ഇന്നത്തെ. അതായത് 2500 അപ്രോക്സിമേറ്റ്. $30 എന്ന് പറയുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പൂളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, സെറ്റപ്പാണ്. ഇതാണ് ഈ ശ്രീലങ്കയുടെ ഗുണമെന്ന് പറയുന്നത്. വലിയ എക്സ്പെൻസീവ് അല്ല ഒരു സംഭവം. ഇതുണ്ടല്ലേ നമ്മുടെ ഓട്ടോ കുട്ടൻ അവിടെ കിടക്കുന്നു. ഇത് സംഭവം എന്താ പറയുക, ഒരു വെറൈറ്റിയാണ് ഇതിൽ കറങ്ങാന്ന് പറയുമ്പോഴത്തേക്കിനും. കുറച്ച് ചലഞ്ചസ് ഉണ്ട്, അതാണ് സംഭവം. ഇനിയിപ്പോൾ എനിക്ക് ഈ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇത് റെഡി ആവുള്ളൂ. ഇത് മറ്റേ ബജാജിൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ എത്ര വർഷമായി കാണും അല്ലേ? ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ട് തുടങ്ങിയിട്ട് കുറേ ആയി കാണും. ഓ വാ, ഇത്ര വലിയ പൂളുണ്ടോ? അടിപൊളി. കൊള്ളാമല്ലോ ഇത്. കിട്ടില്ലും പൂള്. ആ പൂളിൻ്റെ അപ്പുറത്തും അവിടെ ഒരു മുറിയൊക്കെ ഉണ്ട്. ടുക്കിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇടണ്ട, ഒന്നും ചെയ്യണ്ട, നേരെ വരിക, ചാവി തിരിക്കുക, എടുത്തോട്ട് പോവുക, സിമ്പിൾ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇനി വിശക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊന്ന് ഓടി ഒന്ന് റെഡി ആവണം. എന്നിട്ട് നാളെ രാവിലെ സൈർബായ് വന്നിട്ട് സൈർബായങ്ങൾ വന്നിട്ടാണ് നമ്മൾ ഇവിടെ കൊളംബോ വിട്ട് പുറത്തേക്ക് പോകുന്നത്. ശ്രീലങ്കയിലെ ഫിഷിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫിഷിംഗ് ഇവരുടെ ഒരു വലിയൊരു റവന്യൂ സോഴ്സും കൂടാണ്. നമുക്കതുകൊണ്ട് തന്നെ ഈ കടൽ തീരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ധാരാളം ഫിഷിംഗ് വില്ലേജസ് കാണാൻ പറ്റും. ഹലോ ഗൈസ്, ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഇടയിൽ കയറിയേ. അപ്പോൾ വണ്ടി അവിടെ പുറത്തിട്ട് നോക്കിയപ്പോഴത്തേക്കിനും ആരുമില്ല അല്ലേ? ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും 2 ഫോറിനേഴ്സ് ഇവിടെ ബിയർ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കയറിയത്. ഇപ്പോൾ അവരെണീറ്റ് പോയി. എന്നിട്ട് ഇവിടെ വൻ കോമഡിയാ. എനിക്കൊരു ഫാനൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ജ്യൂസ് പറഞ്ഞു, വാട്ടർമെലൺ ജ്യൂസ്. അത് കൊണ്ട് തന്ന്. പിന്നെ ഫുഡ് നൂഡിൽസാണ് പറഞ്ഞത്, ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എന്നത് കയറി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, പെട്ടല്ലോ എന്ന് മനസ്സിലായത്. എന്നാലും ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. നോക്കട്ടെ. ഇതെന്ത് സംഭവം മനസ്സിലായില്ലേ? അത് ടേബിളിൻ്റെ മേളിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബന്ദിപ്പൂ ഉള്ളൊരു ചെടി അതിങ്ങനെ വെറുതെ വെച്ചിരിക്കുക. There comes my ശ്രീലങ്കൻ നൂഡിൽസ് ഗൈസ്. ഇതാണ് ശ്രീലങ്കൻ ചിക്കൻ നൂഡിൽസ്. ഇത് ഇച്ചിരി സ്പൈസി ആക്കി എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. എന്താ അവസ്ഥ എന്ന് കഴിച്ചു നോക്കട്ടെ. ശ്രീലങ്കൻ കറിവേപ്പില കിട്ടുന്നുണ്ട് കേട്ടോ. കടുകും വറുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തമിഴ് തരും. നിങ്ങൾ തമിഴാ? எனக்கு தமிழ் தோட அல்ல, கொஞ்சம் தெரியும். ஆனா ஐ கேன் அண்டர்ஸ்டாண்ட் கம்ப்ளீட்லி. தமிழ் படம் பார்க்கும், தமிழ் தனியா வந்து. Nice girl have your choice. Nice girl? Yes. Oh, you have nice girl? Yes, have your choice. You are every time come in. Your number please, bro. Why? Call me nice girl have come in. My friend nice girl have you are coming. Oh, you have nice girls? Yes. Okay, how much? 20. How much bro? 20. Very. Wait a minute. And come. கொஞ்சம் மீறியான வாரேன். எப்படியும் 15000 மட்டும் போகும். 20 வயது. 20 வயசா? வயது வந்து 20. Okay. சின்ன புள்ளை உண்டு. சின்ன புள்ளன்னு பண்ணக்கூடாது. பார்த்து செய்யுங்க. இல்ல அதுதான் அவ அப்படி கேட்பா. அதுதான் சீன். எவ்வளவு தான் தருவா? இல்ல வேலைப்பா. நோ, ஐ அம் மேரிட். பொண்டாட்டி இருக்கு போதும். ஓகே எத்தனை மணிக்கு சரி வாண்ணா, இதுல நாங்க இருப்போம். ഓക്കെ, താങ്ക് യു. പത്രമാ പോ. ഓക്കെ. ഈ ഒരു മനുഷ്യനെയും കൊണ്ട് തോറ്റ് പറഞ്ഞ കേട്ടോ അവൻ. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെന്ന്. എന്തൊക്കെ ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കയറി പെട്ട ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാ. ഇത്രയും നോക്കി വന്നിട്ട് ഒരു പന്നം പിടിച്ച റെസ്റ്റോറൻറ്റിലാണ് പോയി കയറിയത്. എന്നിട്ട് ഇറങ്ങാൻ നേരം
അവന് അതുണ്ടെന്ന് പറയണ്ട ആൾക്കാർ ഇങ്ങനെയൊക്കെയാ. ഇതൊക്കെ ഒരു തുടക്കം മാത്രം ഗൈസ്. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ കിടക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്. ഇവിടെ എല്ലാവരും ഈ മത്സ്യബന്ധനം പരിപാടിയാണ് കേട്ടോ. ഇത് എല്ലായിടത്തും ഉണ്ട്. അതായത് ഇവിടെ കണ്ടില്ലേ ചൂണ്ടയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ചൂണ്ടയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഈ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു മിസ്സിങ്, അതായത് സീറ്റ് ബെൽറ്റ് മിസ്സിങ് ആണെന്നുള്ള ഒരു ചിന്തയാണ്. എന്താ വിട്ടില്ലല്ലോ എന്നുള്ളത്. ശരിക്കും ആ ഒരു സംഭവം ഈസ് ഭയങ്കര മിസ്സിങ്. പക്ഷെ ഇവര് കിഡ്സായിട്ടൊക്കെ കുട്ടികളായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഓട്ടോയിൽ എന്തോ ഒരു സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരുന്നു ആ ഡീറ്റെയിൽസ് ഒക്കെ. ഞാൻ അത്യാവശ്യം കൈ തെളിഞ്ഞു. എനിക്ക് ക്യാമറ ഫിക്സ് ചെയ്യുന്നൊരു സാധനം തപ്പി ഞാൻ കുറേ നടന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. നാളെ സൈർബായി വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറയണം. വീട്ടിലുണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയായിരുന്നു. അത് അവിടെ എത്തിച്ചു കൊടുക്കുക വല്ലതും വേണം. ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് കൈ തെളിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഓടിക്കാൻ, ഫണ്ണാണ് ഓടിക്കാൻ. ഇനി പറഞ്ഞ പോലെ ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല. അതിങ്ങനെ ആൾക്ക് നോക്കിയും കണ്ടൊക്കെ ഓടിക്കണം. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഒരു 30-40 ആ ഒരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ബട്ട് ഫൺ. ഇത് പഠിക്കാം. ഞാനിപ്പോൾ ഉള്ളത് നെഗംബോ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇത് ആക്ച്വലി എയർപോർട്ടിനടുത്തുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആണ്. ഇത് കംപ്ലീറ്റ് ഈ ഫോറിനേഴ്സിൻ്റെ സ്ഥലമാണ്. അതായത് ഈ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതൽ. 1-2 ദിവസമൊക്കെ ഇങ്ങനെ ട്രാൻസിറ്റ് നിൽക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. പിന്നെ ഈ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോഴും ഫ്ലൈറ്റ് മിസ്സാകുമ്പോഴും കൊണ്ട് നിർത്തുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ഭയങ്കര ഒരു ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരു ഫോറിനേഴ്സ് വന്ന് ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉള്ള ഒരു സ്ഥലം അതാണിത്. ഞാനിപ്പോൾ ഇവിടെ നെഗംബോ ടൗണിലേക്ക് വന്നതാണ്. എനിക്ക് ആക്ച്വലി 1-2 സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. ഞാൻ അവിടെ കുറേ നേരമായിട്ട് ഈ സാധനത്തിൻ്റെ മേളിലൊരു മെറ്റൽ പീസ് വെക്കണം എനിക്ക്, എന്നാലും എനിക്ക് എൻ്റെ ക്യാമറ അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തപ്പി നടക്കുക. അപ്പോൾ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു തോട് കണ്ടു. ഇത് ബോട്ടിംഗ് ആണോ അതോ പാസഞ്ചർ ബോട്ടുകളാണോ എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകൾ നടക്കുന്ന കാണാം. ഒരു തമിഴ്നാട്ടിലെ ഒരു സിറ്റിയിൽ ചെന്നൊരു ഫീലില്ലേ. ഞാനിപ്പോൾ എക്സ്പേർട്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഹങ്കരിക്കുകയല്ല. ഞാനിപ്പോൾ അത്യാവശ്യം കുടിക്കാൻ പഠിച്ചു. ഇതിൻ്റെ ഒരു നാക്ക് പഠിച്ചു. ഇത് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ഇത് വലിയ പാടൊന്നുമില്ല, ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ അമ്മാവൻ്റെ ഓട്ടോ ഞാൻ കുറച്ച് ഓടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആകെ ഓടിച്ചുള്ള ഓട്ടോ എക്സ്പീരിയൻസ്. അതിന് ശേഷം ഞാനിപ്പോഴാണ് ഓടിക്കുന്നത്. പക്ഷെ ഹമ്പൊക്കെ ചാടുമ്പോഴത്തേക്കിനും ഭയങ്കര പാടായി. ചെറിയ ടയറല്ലേ, കുഞ്ഞ് ടയർ, ചെറിയ ഡിഫിക്കൽട്ട്. രാത്രി ആയപ്പോഴത്തേക്കിനും പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഭയങ്കര രസമല്ലേ ഈ സ്ഥലം, എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ. നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ്. ആലോചിച്ചേക്ക് ഈ ഒരു സ്ഥലത്ത് ഞാനാകെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു 3000 രൂപയ്ക്കാണ്. കാരണം ഇവിടെ അത്ര എന്താ പറയുക പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിമാൻഡും കുറവാണ്. സോ ദിസ് ഈസ് മൈ റൂം ഫോർ സെക്കൻഡ് നൈറ്റ്. അപ്പോൾ എന്താ പറയുക, നാളെ രാവിലെ സൈർബായി വന്നിട്ട് നമുക്ക് ബാക്കി യാത്ര തുടങ്ങണം. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇന്ന് ആക്ച്വലി എനിക്ക് ഇവിടെ എയർപോർട്ടിനടുത്തായിട്ട് ഇവിടെ ഡ്രോണൊന്നും പറത്താൻ പറ്റിയില്ല. ഞാനിന്ന് ആക്ച്വലി ഡ്രോൺ പറത്തി കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. നാളെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നാളെ ആര് പറത്തും നോക്കട്ടെ, എന്തായാലും ചെയ്യാം. ഇതിനകത്ത് നെക്സ്റ്റ് ഡേ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാഗ് വെക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. വളരെ ലിമിറ്റഡ് ആണ് ഇതിനകത്തെ സ്പേസ്. ഇപ്പോൾ സൈർബായും കൂടെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു ഐഡിയ ഇല്ല. പുള്ളി വലിയ പെട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത് തോന്നുന്നു. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഇതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ചെക്കും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പച്ച സാധനമാണ് ഓയിൽ. ഇതെല്ലാ ദിവസവും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അറിയണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കിയിട്ട് ഫുള്ളാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്കാണ്. അതും നോക്കണം. അതും ഈ പറഞ്ഞ പോലെ മാക്സിമത്തിൽ നിൽക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടില്ല. ഇതിൻ്റെ ഈ ഗിയറാണ്. ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയറിട്ട് നമ്മുടെ കൈയുടെ അടപ്പ് വരയ്ക്ക് കേട്ടോ. അത് മാത്രമാണ് ആയുള്ളൊരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു എയർപോർട്ട്. ഇന്നാണ് നമ്മുടെ യാത്ര ആക്ച്വലി ആരംഭിക്കുന്നത്. സൈർബായി വന്നിട്ട് ഇവിടുന്ന് പോകാം എന്നുള്ള പരിപാടിയാണ്. ഈ തോടിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നോക്കി ആ വീട് എന്ത് കൊതുകായിരിക്കും അല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ. രാവിലെ വി നീഡ് ടു ഹാവ് സം ഫുഡ് ഗൈസ്. ഇതാണ് രാവിലെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഇത് ഇടിയപ്പം കുഞ്ഞിടിയപ്പം, നമ്മുടെ ഇടിയപ്പം പോലെയല്ല, കുഞ്ഞിടിയപ്പമാണ്. ഇത് 10 ഇടിയപ്പം ഉണ്ട്, കണ്ടാൽ പറയുമോ. ഇടിയപ്പം, പിന്നെ ചിക്കൻ കറി, പരിപ്പ് കറി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊരു സാധനം, എലോങ് വിത്ത് ഇവരുടെ സാമ്പൽ. ഈ ഒരു ഇടിയപ്പം ഒരു കടിക്കുള്ളതേ ഉള്ളൂ.
നല്ല എരിവുണ്ട്. ആഹാ, ഇവിടെ അത്യാവശ്യം ഒരു പരിപ്പുട. ഇതെന്നത് ഇതാ റൊട്ടി വെജിറ്റബിൾ സ്റ്റഫ് പണിയിട്ടേക്കാം. ഓക്കെ, ഒരു പരിപ്പുട. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു കാപ്പിയും ഒരു പരിപ്പുടയും കൂടെ വാങ്ങിച്ചേ. ഞാൻ ഈ ഇത്രയും സാധനം കഴിച്ചത് 150 രൂപ. നമ്മുടെ നാട്ടിലെ 150 രൂപ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടിക്കകത്ത് സാധനം ഉള്ളതുകൊണ്ട് വണ്ടി എപ്പോഴും കൺമുമ്പിൽ വേണം. അപ്പോൾ അതുപോലെയുള്ള കടകളിലൊക്കെ കയറുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഈ വണ്ടിയെ ഇത് ഓടി എത്തൂല കേട്ടോ. നമ്മൾ ഈ കാർ ഓടിച്ച് ഇത് ഓടിക്കുമ്പോഴത്തേക്കും ഇത് ഒന്നാമത് 40 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഐ മീൻ അത്ര അതിൽ കൂടുതൽ പോകാൻ പാടില്ല. 40 എൻ്റെ ലിമിറ്റ്. ഓടി എത്തത്തില്ല. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവാം. സൈഡ് ബൈ വരുന്നുണ്ട്. ഫ്ലൈറ്റ് ലേറ്റാണ്, 1/2 മണിക്കൂർ ലേറ്റാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കിനും ഫ്ലൈറ്റ് വരും. അതിന്റെ കാറ്റടിച്ച് ഞാൻ പറഞ്ഞുപോയി. ഒരു കാര്യമുണ്ട്, എയർപോർട്ടിനകത്ത് ഓട്ടോ കയറ്റാൻ പറ്റത്തില്ലല്ലോ. ഞാനത് ഓർത്തില്ല. ഞാൻ ഇവിടെ ഓട്ടോ ഉണ്ട് ഈ ഭാഗത്തൊക്കെ, പക്ഷേ എയർപോർട്ടിനകത്തേക്ക് ഓട്ടോ കയറ്റാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. ലെറ്റ്സ് സീ. ഞാനിവിടെ അടുത്തെങ്ങും പാർക്കിംഗ് കിട്ടാതെ പെട്ടു കഴിച്ചു. എന്നിട്ട് അവസാനം ഞാനിവിടെ അടുത്തുള്ളൊരു പെയ്ഡ് പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി. ഇവിടെ 200 രൂപ കൊടുക്കണം. 200 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 200 രൂപ കൊടുക്കണം. ഇവിടെ 1 മണിക്കൂർ അല്ല 3 മണിക്കൂർ നേരത്തേക്ക്. അതാണ് മിനിമം ചാർജ് എന്ന് തോന്നുന്നു. നമ്പർ I don't know, I need to check. ABV 3787. How much for minimum? Okay. You can stay 3 hours. Okay. Thank you. 200 എന്ന് പറയുമ്പോഴത്തേക്കും കുറവാ. നമ്മളെ 60 രൂപ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 60 രൂപ ഉള്ളൂ. അതിവിടെ കുറവാണ്. 60 രൂപയ്ക്ക് 3 മണിക്കൂർ നേരെ എയർപോർട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാം. എയർപോർട്ടിനടുത്ത്. അടിപൊളി. എവിടെ നല്ല തണല് നോക്കിയ തണലത്തെ എല്ലാം കൊണ്ടിടാം. അമ്മേ നാരായണ. സത്യം പറഞ്ഞ ഇതിന്റെ പുറകെ ഇരുന്ന് സൈർവയുടെ അടപ്പ് ഇറക്കും. പുള്ളി ബാഗും പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം പുള്ളി ഇവിടുന്ന് ചൈനയ്ക്ക് പോകുന്ന രീതിയിലാണ് വരുന്നത്. പുള്ളി ഇവിടുന്ന് എൻ്റെ കൂടെ ഒരു 5-6 ദിവസം ഉണ്ടാവും. അതിന് ശേഷം പുള്ളി ചൈനയ്ക്ക് പോകും ഇവിടുന്ന്. അങ്ങനെയാണ് വരുന്നത്. പുള്ളിയുടെ അടപ്പ് നിറയ്ക്കും ഇതിന്റെ പുറകെ ഇരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഓട്ടോയിൽ കയറുന്നില്ലേന്ന്. അങ്ങനെയല്ല. ഓട്ടോയിൽ നമ്മൾ വല്ലപ്പോഴും യാത്ര ചെയ്യുന്ന പോലെ അല്ല. ഓട്ടോ ഓടിക്കുന്നവരോട് ചോദിച്ചാൽ മതി അതിൻ്റെ ബുദ്ധിമുട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇത് സ്ഥിരം ഇത് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ ഒരു പാസഞ്ചറായിട്ട് വല്ലപ്പോഴും എത്ര മണിക്കൂർ, ഒരു 1/2 മണിക്കൂർ കൂടിപ്പോയി നമ്മൾ ട്രാവൽ ചെയ്യും അല്ലേ. അതിൽ കൂടുതൽ ഈ ഒരു ചെറിയ വണ്ടിയിൽ ഈ ഒരു ട്രിപ്പ് പോലെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്കും അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ട്. ഓട്ടോയിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. അത്രേ ഉള്ളൂ. മുതലാളി അതാ വരുന്നു. മുതലാളി അത് ചമ്മ വലിയ ആനപ്പെട്ടേക്ക് കേട്ടോ മുതലാളി വരുന്നത്. അയ്യോ, ഈ പെട്ടേക്ക് എവിടെ വെക്കും? നമുക്ക് ഈ പെട്ടി ഇവിടെ വേറെ ഓഫീസിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മള് പോവല്ലേ, നമ്മള് ട്രാവലിംഗ് അല്ലേ. ആവശ്യമുള്ള ഡ്രസ്സ് ബാഗിൽ എടുത്തിട്ട് പോയാൽ മതിയോ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അല്ല പിന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പെട്ടി ഇവിടെ വെച്ചിട്ട് പോണോ? അറിയോ അങ്ങോട്ട് എനിക്ക് ഓട്ടോ അകത്ത് കയറ്റത്തില്ല. നിങ്ങൾക്ക് യൂണിയൻ ഒന്നും ഇല്ല ഇവിടെ? ഇല്ല. ഞങ്ങളൊരു യൂണിയൻ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കണം. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഓട്ടോ കേട്ടില്ലല്ലോ. ഓട്ടോ എല്ലായിടത്തും ഒരു 3-ാം കടയാണ്. അങ്ങനെയാണ്. ഒരു എയർപോർട്ടിൽ കയറ്റത്തില്ല ഓട്ടോ. അവിടെ ആൻഡമാൻ എയർപോർട്ടിൽ ഓട്ടോ കയറ്റത്തില്ല. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഓട്ടോ കയറ്റത്തില്ല. ഒരു എയർപോർട്ടിൽ ഓട്ടോറിക്ഷ കയറ്റില്ല. തായ്ലൻഡിൽ ഓട്ടോറിക്ഷ ആണല്ലേ? തായ്ലൻഡിൽ ഓട്ടോറിക്ഷ കാറിനെക്കാട്ടും പൈസ. അപ്പോഴേ ഈ പെട്ടി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ തീരുമാനിക്കട്ടെ ഗൈസ്. എന്തായാലും നമ്മൾ ഇനി മുതൽ തകർക്കാൻ പോവാണ്. ഇനി എന്താ തരത്തില്ല 5-6 ദിവസം ഉണ്ട് സൈർബ എൻ്റെ കൂടെ. ഈ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ഇവിടെ ശ്രീലങ്ക തകർക്കാൻ പോവാണ് അല്ലേ. യൂണിയൻ ഉണ്ടാക്കും. ഓട്ടോ യൂണിയൻ വിടാൻ പാടില്ല. ഞങ്ങൾ തകർക്കും കഴിച്ചു. ഇവിടെ കാത്തിരിക്കുക. അതല്ലേ ഫ്രഷ് ആവണ്ടേ? എവിടെ ഫ്രഷ് ആവാൻ? എനിക്ക് ഫ്രഷ് ആവണോ? എന്തിനാ യാത്ര ചെയ്തല്ലോ അത്രയും ദൂരം? നിങ്ങൾ മലപ്പുറത്തുനിന്നല്ലേ വരുന്നേ? അത് ശരി. മലപ്പുറത്ത് 4-5 മണിക്കൂറാണ് എയർപോർട്ടിക്ക്. അത് കഴിഞ്ഞ 1 മണിക്കൂർ ഇങ്ങോട്ടും, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഫ്ലൈയിങ്. ഫ്രഷ് ആവണോ? നോക്ക്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ചുകൂടി പോയിക്കോട്ടെ, എന്നിട്ടൊന്ന് ഫ്രഷ് ആവാം. നമ്മളിപ്പോൾ പോകുന്നത് ക്യാൻഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ക്യാൻഡി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ്. ഇത് നമ്മൾ ആക്ച്വലി മെജോറിറ്റി കൂടുതലും ഹിൽ സ്റ്റേഷൻസ് ആണ് പിടിക്കാൻ പോകുന്നത്. കാരണം പുറത്ത് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഹിൽ സ്റ്റേഷൻ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള വെതറും ടെറൈനും ഉള്ളൊരു സ്ഥലമാണ്. മരുഭൂമി ഇല്ലെന്നേ ഉള്ളൂ.
കടലുണ്ട്. സ്റ്റേഷനിൽ തണുപ്പാണോ ഇരിക്കാൻ? നമുക്കിപ്പോ മൂന്നാർ പോയ തണുപ്പുണ്ടാവോ? അല്ലാണ്ട് വയനാടൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് ന്യൂവാറ എല്ലിയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ശരിക്കും കോഴിക്കോട് നിന്ന് വയനാടൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള റോഡാണ്. തലങ്ങും മലങ്ങും. പിന്നെ ട്രക്കുകളൊന്നും കാര്യമായിട്ടില്ല എന്നുള്ളതാണ് ആകെയുള്ളൊരു ഗുണം. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, പിന്നെ ഓട്ടോറിക്ഷകൾ. എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തോളം ഓട്ടോറിക്ഷ ഈ രാജ്യത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ടുക് ടുക് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു മെയിൻ സംഭവമാണ്.